ഹലോ സ്റ്റുഡൻസ്, ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സ്ട്രിംഗ് ഫങ്ഷൻസും അതുപോലെ തന്നെ സെറ്റ് ഓപ്പറേഷൻസ്, ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്, ഈ ഒരു 3 ടോപ്പിക്സാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. SQLൻ്റെ കേസിലുള്ള സ്ട്രിംഗ് ഫങ്ഷൻസ്, നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സ്ട്രിംഗ് ഫങ്ഷൻസും അതുപോലെ തന്നെ SQLിലുള്ള സെറ്റ് ഓപ്പറേഷൻസും അതുപോലെ തന്നെ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സും SQLിലുള്ള. സോ ഈ 3 ടോപ്പിക്സ് നമുക്ക് നോക്കാം. ഫസ്റ്റ് സ്ട്രിംഗ് ഫങ്ഷൻസിനെ കുറിച്ചിട്ട് നോക്കാം. സ്ട്രിംഗ് ഫങ്ഷൻസ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ട്രിംഗ് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സ്ട്രിംഗ് മാനിപ്പുലേഷൻ ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഫങ്ഷൻസ് ആണ് സ്ട്രിംഗ് ഫങ്ഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഓപ്പറേഷൻസ് ഒരു ഇൻപുട്ട് സ്ട്രിങ്ങിൽ നമ്മൾ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു ഔട്ട്പുട്ട് സ്ട്രിങ് റിട്ടേൺ തരുന്ന ഫങ്ഷൻസ് ആണ് എന്ത് സ്ട്രിംഗ് ഫങ്ഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സോ അപ്പോൾ അതിന് കുറേ എക്സാമ്പിൾസ് ഉണ്ട്. നമുക്ക് ഓരോ എക്സാമ്പിൾസ് നോക്കാം. ഏതൊക്കെയാണ് സ്ട്രിംഗ് മെയിനായിട്ട് യൂസ് ചെയ്യുന്ന സ്ട്രിംഗ് ഫങ്ഷൻസ്, അതിൻ്റെ ഓരോന്നിൻ്റെയും ഫങ്ഷനാലിറ്റി എന്താണ്, അതിൻ്റെ എക്സാമ്പിളും അഥവാ വിത്ത് സിൻടാക്സ് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ആസ്കി ഫങ്ഷൻ. ആസ്കി എന്ന് പറഞ്ഞിട്ടുള്ള സ്ട്രിംഗ് ഫങ്ഷൻ നമ്മൾ പറഞ്ഞു സ്ട്രിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഫങ്ഷൻസ് ആണ്. സ്ട്രിങ്ങിൻ്റെ ലെങ്ത്ത് അതുപോലെ തന്നെ സ്ട്രിങ്ങിനെ തമ്മിൽ കമ്പൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഫങ്ഷൻസ് ആണ് സ്ട്രിംഗ് ഫങ്ഷൻസ് എന്ന് പറഞ്ഞു. ദെൻ ഫസ്റ്റ് വൺ ആസ്കി എന്ന് പറഞ്ഞിട്ടുള്ള ഫങ്ഷൻ എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ക്യാരക്ടറിൻ്റെ ഒരു പർട്ടിക്കുലർ ക്യാരക്ടറിൻ്റെ ആസ്കി വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫങ്ഷനാണ് ആസ്കി. നിങ്ങൾക്ക് അറിയാൻ പറ്റും പലതരത്തിലുള്ള സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. ആസ്കി അതുപോലെ തന്നെ യൂണീകോഡ് പോലുള്ള സ്റ്റാൻഡേർഡ്സ് ഒക്കെ ഉണ്ട്. സോ ആസ്കി സ്റ്റാൻഡേർഡ് ഓരോ കറസ്പോണ്ടിങ് ക്യാരക്ടേഴ്സിനും കറസ്പോണ്ടിങ് ആസ്കി വാല്യൂ ഉണ്ടാവും. സോ ഒരു പർട്ടിക്കുലർ ക്യാരക്ടറിൻ്റെ ആസ്കി വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള ഫങ്ഷനാണ് ആസ്കി എന്ന് പറഞ്ഞിട്ടുള്ള ഫങ്ഷൻ. സോ അതിനുള്ള എക്സാമ്പിൾ വിത്ത് സിൻടാക്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സെലക്ട് ആസ്കി ഓഫ് ബ്രാക്കറ്റിൽ ടി എന്ന് കൊടുത്തിട്ടുണ്ട്. സെലക്ട് നമ്മൾ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആസ്കി ഓഫ് ടി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ടി എന്ന് പറഞ്ഞിട്ടുള്ള ക്യാരക്ടറിൻ്റെ കറസ്പോണ്ടിങ് ആസ്കി വാല്യൂ അവിടെ നമുക്ക് ഡിസ്പ്ലേ ആവും. സോ ഔട്ട്പുട്ട് എന്താ കിട്ടുക? ടിയുടെ കറസ്പോണ്ടിങ് ആസ്കി വാല്യൂ എന്ന് പറഞ്ഞാൽ 116 ആണ്. സോ നമുക്ക് ഔട്ട്പുട്ടായിട്ട് അത് കിട്ടും, അതായത് ഡിസ്പ്ലേ ചെയ്യും. ഇതിന് മറ്റൊരു സ്ട്രിംഗ് ഫംഗ്ഷനാണ് ക്യാർ അണ്ടർസ്കോർ ലെങ്ത്. ക്യാർ അണ്ടർസ്കോർ ലെങ്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് SQL സെർവറിൻ്റെ കേസിൽ വർക്ക് ചെയ്യില്ല. SQL സെർവറിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് LEN ആണ്. LEN ഫംഗ്ഷനാണ്. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ LENും ക്യാരക്ടർ അണ്ടർസ്കോർ ലെങ്ത് ഒക്കെ യൂസ് ചെയ്യുന്നത് ഒരു വേർഡിൻ്റെ ലെങ്ത്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു വേർഡിൽ എത്ര ക്യാരക്ടേഴ്സ് ഉണ്ട് എന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ലെങ്ത്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്യാർ അണ്ടർസ്കോർ ലെങ്ത് യൂസ് ചെയ്യുന്നത്. അതിനുള്ള സിൻടാക്സ് ഒരു കൊടുത്തിട്ടുണ്ട്. സെലക്ട് ക്യാർ അണ്ടർസ്കോർ ലെങ്ത് ഓഫ് ഹലോ സിംഗിൾ കോട്ട്സിൽ കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ആ ഹലോ പിന്നെ അതുപോലെ തന്നെ ആ ഒരു ആശ്ചര്യചിഹ്നത്തിലും അതിൻ്റെ ടോട്ടൽ ലെങ്ത്ത് ആ ഒരു വേർഡിൻ്റെ ലെങ്ത്ത് എത്രയാണ് 6 എന്നുള്ളത് നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടും. ദെൻ അതേപോലെ തന്നെ ക്യാരക്ടർ അണ്ടർസ്കോർ ലെങ്ത്ത് ചെറിയ വ്യത്യാസമുള്ളൂ. ഒന്ന് ക്യാർ അണ്ടർസ്കോർ ലെങ്ത്തും ഒന്ന് ക്യാരക്ടർ അണ്ടർസ്കോർ ലെങ്ത്തും. അതും എന്ത് ചെയ്യുന്നില്ല, SQL സെർവറിൻ്റെ കേസ് വർക്ക് ചെയ്യുന്നില്ല. അവിടെ നമ്മൾ LEN തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അത് ഈ ഫംഗ്ഷൻ എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ലെങ്ത്ത് ഓഫ് എ ലൈൻ, ഒരു ലൈനിൻ്റെ മൊത്തത്തിലുള്ള ലെങ്ത്ത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ക്യാരക്ടർ അണ്ടർസ്കോർ ലെങ്ത്ത് യൂസ് ചെയ്യുന്നത്. സിൻടാക്സ് നോക്കുക. സെലക്ട് ക്യാരക്ടർ അണ്ടർസ്കോർ ലെങ്ത്ത് സിംഗിൾ കോട്ട്സിൽ ആ ഒരു ലൈന് മൊത്തം കൊടുക്കുക. ഗീക്സ് ഫോർ ഗീക്സ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ടോട്ടൽ എത്ര ഉണ്ട് നോക്കുക. 3 4 5 6 7 8 9 10 11 12 13 14 15 സ്പേസ് അടക്കം നമുക്ക് എത്ര കിട്ടും? 15 ക്യാരക്ടേഴ്സ് ഉണ്ട് എന്നുള്ളത് കറസ്പോണ്ടിങ് റിട്ടേൺ കിട്ടും. സോ ഒരു ലൈനിൻ്റെ ലെങ്ത്ത് കണ്ടുപിടിക്കാനാണ് ക്യാരക്ടർ അണ്ടർസ്കോർ ലെങ്ത്ത് വരുന്നത്. ദെൻ അടുത്തത് കൺകാറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷനാണ്. ഈ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത് 2 വേർഡ്സ് അല്ലെങ്കിൽ സ്ട്രിങ്സിനെ തമ്മിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൺകാറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും സിൻടാക്സിൽ സെലക്ട് ഗീക്സ് അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു, കൺകാറ്റിനേഷൻ ചെയ്യുന്നു ഫോർ ഗീക്ക് ഫ്രം ഡ്യുവൽ. സോ അതെന്താവും ഈ കൺകാറ്റിനേഷൻ അവിടെ നിങ്ങൾക്കൊരു ചിഹ്നം കാണാൻ പറ്റില്ലേ. സോ അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് കൺകാറ്റിനേഷന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. സോ അത് നമുക്ക് എന്ത് കിട്ടും? ഔട്ട്പുട്ട് ഗീക്സ് ഫോർ ഗീക്സ് എന്നുള്ളത് കമ്പൈൻ ആയിട്ട് കൺകാറ്റിനേറ്റ് ചെയ്ത് കിട്ടും. ദെൻ കൺകാറ്റ്
_ws ആ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നതിനാണ് ആഡ് 2 വേർഡ്സ് ഓർ സ്ട്രിങ് വിത്ത് എ സിമ്പിൾ ആസ് കൺകാറ്റനേഷൻ സിമ്പിൾ. ഓക്കെ, സ്ട്രിങ് വിത്ത് എ സിമ്പിൾ ആസ് എ കൺകാറ്റനേഷൻ സിമ്പിൾസ്. സോ അത് നമുക്ക് നോക്കാം അതിൻ്റെ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. കൺകാറ്റനേറ്റ് ചെയ്തതാണ് എന്നുള്ളത് നമുക്കൊരു സിമ്പിൾ വിത്ത് സിമ്പിൾ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ concat_ws യൂസ് ചെയ്യുന്നത്. സെലക്ട് concat_ws. ആദ്യം തന്നെ നമ്മൾ കൊടുക്കേണ്ടത് ഏത് സിമ്പിളാണോ ഓരോന്നിൻ്റെ ഇടയിൽ വരേണ്ടത് എന്നുള്ളതാണ്. ഓരോ സ്പേസിൻ്റെ സ്ഥാനത്ത് എന്താണ് വരേണ്ടത് എന്നുള്ളതാണ്. ആ ഒരു ചിഹ്നം എന്താണ് അല്ലെങ്കിൽ ആ ഒരു സിമ്പിൾ എന്താണെന്നുള്ളതാണ് അവിടെ കൊടുക്കേണ്ടത്. സോ ഞാൻ _ കൊടുത്തു. ദെൻ ഫസ്റ്റ് വേർഡ് ഗീക്സ്, സെക്കൻഡ് വേർഡ്, തേർഡ് വേർഡ് എന്നുള്ള രീതിയിൽ കോമ ഇട്ടിട്ട് സിംഗിൾ കോട്ട്സിൻ്റെ ഉള്ളിൽ കൊടുക്കുക. സോ നമുക്ക് ഔട്ട്പുട്ടായിട്ട് എങ്ങനെ കിട്ടും? എന്ത് കിട്ടും? geeks_for geeks എന്നുള്ളത് കിട്ടും. ഓക്കെ, ദെൻ അതേപോലെ മറ്റൊരു ഫംഗ്ഷനാണ് find_in_set. ദിസ് ഫംഗ്ഷൻ ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് എ സിമ്പിൾ ഫ്രം എ സെറ്റ് ഓഫ് സിമ്പിൾസ്. ഒരു സിമ്പിൾസിൻ്റെ സെറ്റിൽ നിന്നും ഒരു സിമ്പിളിനെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് find_in_set. സോ അതിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യുക, സെലക്ട് find_in_setൽ ഞാനിപ്പോൾ ഫസ്റ്റ് ഏതാണോ കണ്ടുപിടിക്കേണ്ടതായിട്ടുള്ള സിമ്പിൾ അത് കൊടുക്കുക ഫസ്റ്റ്. ദെൻ കോമ ഇട്ടിട്ട് നമ്മളുടെ സെറ്റ് അഥവാ ഏതൊക്കെ സിമ്പിൾസ് നിന്നാണോ കണ്ടുപിടിക്കേണ്ടത് സോ അത് മൊത്തം എന്ത് ചെയ്യുക, കോമ ഇട്ട് കൊടുക്കുക. കോമ ഇട്ടിട്ട് സിംഗിൾ കോട്ട്സിൻ്റെ ഉള്ളിൽ കൊടുക്കുക. സോ നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് ബീനെ ആ ഒരു സെറ്റിൽ നിന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ബി എത്രാമത്തതാണ്, രണ്ടാമത്തതാണെന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യും, ഔട്ട്പുട്ടായിട്ട് കിട്ടും. അതുപോലെ തന്നെ മറ്റൊരു ഫംഗ്ഷനാണ് ഫോർമാറ്റ്. ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിസ്പ്ലേ നമ്പർ ഇൻ ദ ഗിവൺ ഫോർമാറ്റ്. നമ്മൾ കൊടുക്കുന്ന ഫോർമാറ്റ്സിൽ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പർട്ടിക്കുലർ നമ്പറിനെ അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഫോർമാറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷൻ. ഇവിടെ നോക്കൂ, സിൻടാക്സ് ഫോർമാറ്റ് 0.981. അതിനെയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഒരു പർട്ടിക്കുലർ ഫോർമാറ്റിലോട്ട് മാറ്റേണ്ടത്. അതിന് കോമ ഇട്ടിട്ട് ഞാൻ കൊടുക്കുന്നു, പെർസെൻറ്റേജിലോട്ടാണ് മാറ്റേണ്ടത് എന്നുള്ളതാണ് അതിൻ്റെ മീനിങ്. സോ അതിൻ്റെ സിൻടാക്സ് ഫോർമാറ്റ് ഏത് നമ്പറിനെയാണോ മാറ്റേണ്ടത്, ഏത് ഫോർമാറ്റിലോട്ടാണ് മാറ്റുന്നുള്ളത് കോമ ഇട്ടിട്ടുള്ള ഡബിൾ കോട്ട്സ് കൊടുക്കുക. ഞാൻ ഇവിടെ പെർസെൻറ്റേജിലോട്ടാണ് മാറ്റേണ്ടത്. സോ എനിക്ക് എന്ത് കിട്ടും, 0.981 പെർസെൻറ്റേജിലോട്ട് മാറ്റിയിട്ടുള്ള 98.10% എന്ന് നമുക്ക് ഇവിടെ കിട്ടും. ഓക്കെ, ദെൻ അടുത്ത മറ്റൊരു ഫംഗ്ഷനാണ് ഇൻസേർട്ട്. ഈ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത് ഡാറ്റാബേസിലോട്ട് ഡാറ്റ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അഥവാ നമ്മളുടെ സ്ട്രിങ്സിനെ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇൻസേർട്ട് ഇൻ ടു ഡാറ്റാബേസ് geeks_id geeks_name വാല്യൂസ് എന്ന് നമ്മൾ സാധാരണ ഇൻസേർട്ട് ചെയ്യുന്ന മെത്തേഡ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള അതേ സംഭവം തന്നെ. അത് സ്ട്രിങ്സ് ഇൻസേർട്ട് ചെയ്യുന്നു എന്നുള്ളത് മാത്രം. ദെൻ അതുപോലെ തന്നെ in_str എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു ഫംഗ്ഷൻ. in_str നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആൽഫബറ്റ് ഒരു ഫംഗ്ഷൻ ഈസ് ടു ഫൈൻഡ് ഒക്കറൻസ് ഓഫ് ഒരു ആൽഫബറ്റ് നമ്മുടെ സ്ട്രിങ്ങിൽ ഉണ്ടോ എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് in_str എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷൻ. ഇവിടെ സിൻടാക്സ് നോക്കൂ, in_str geeks_for geeksൽ ഉണ്ടോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യും, ഔട്ട്പുട്ടായിട്ട് എനിക്ക് കിട്ടിയ 2 ആണ്. കാരണം ഫസ്റ്റ് ഒക്കറൻസ് ഫസ്റ്റ് ഒക്കറൻസ് ആയിരിക്കും ഡിസ്പ്ലേ ചെയ്യുന്നുണ്ടാവുക in_strൻ്റെ വെച്ചിട്ട്. സോ കുറേ ഈസ് ഉണ്ട്, പക്ഷേ ഫസ്റ്റ് ഒക്കറൻസ് ആണ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യാം. സോ സെക്കൻഡ് പൊസിഷനിലാണ് ഉള്ളതെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ LCase എന്നുള്ളത് മറ്റൊരു ഫംഗ്ഷനാണ്. ഈ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത് കൺവേർട്ട് ദ ഗിവൺ സ്ട്രിങ് ഇൻ ടു ലോവർ കേസിലോട്ട് ലോവർ കേസിലോട്ട് തന്നിട്ടുള്ള സ്ട്രിങ്ങിനെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ LCase of geeks_for geeks to learn എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ടായിട്ട് എന്ത് കിട്ടും, ആ geeks_for geeks to learnൽ നമ്മൾ ജിയും എഫും ജിയും ടിയും എല്ലൊക്കെ എന്താണ് ക്യാപിറ്റലായിരുന്നു, അതൊക്കെ സ്മോളായിട്ട് നമുക്ക് റിസൾട്ട് കിട്ടും. സോ അതാണ് LCase. ദെൻ മറ്റൊന്നാണ് ലെഫ്റ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ സെലക്ട് എ സബ്സ്ട്രിങ് ഫ്രം ദ ലെഫ്റ്റ് ഓഫ് ഗിവൺ സൈസ് ഓർ ക്യാരക്ടേഴ്സ്. ഓക്കെ, നമ്മൾ പർട്ടിക്കുലർ ലെഫ്റ്റിൽ നിന്നും ഇപ്പോൾ 5 ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ 5 ക്യാരക്ടേഴ്സ് എന്ത് ചെയ്യാം എടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള കമൻസ് ഒക്കെ കൊടുക്കൂല. സോ അതാണത്. സെലക്ട് ലെഫ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ geeks.org 5 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ 5 ക്യാരക്ടേഴ്സ് ഫ്രം ലെഫ്റ്റ് നമ്മൾ കൊടുത്തിട്ടുള്ള ഈ geeks_for geeks അഥവാ ആദ്യം കൊടുക്കേണ്ടത് ഏത് സ്ട്രിങ് ആണോ എന്നുള്ളതാണ്. ആ സ്ട്രിങ്ങിൻ്റെ പേരാണ് ആദ്യം കൊടുക്കേണ്ടത്. ദെൻ കോമ ഇട്ടിട്ട് ആ സ്ട്രിങ്ങിൻ്റെ എത്ര ക്യാരക്ടേഴ്സ് ആണ് ലെഫ്റ്റിൽ നിന്നും വേണ്ടതെന്നുള്ളതാണ് സെക്കൻഡ് കൊടുക്കേണ്ടത്. സോ 5. അപ്പോൾ ഇതിൻ്റെ 5 ലെഫ്റ്റിൽ നിന്നും 5
ക്യാരക്ടേഴ്സ് നമുക്ക് റിട്ടേൺ കിട്ടും ഗീക്സ് എന്നുള്ളത്. അതുപോലെ തന്നെ ലെങ്ത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത് ലെങ്ത് ഓഫ് എ വേർഡിൻ്റെ ലെങ്ത്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. ലെങ്ത്ത് നമ്മൾ വേർഡ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ലെങ്ത്ത് ടോട്ടലി നമുക്ക് കിട്ടും. സോ ഇവിടെ ഗീക്സ് ഫോർ ഗീക്സിൻ്റെ ലെങ്ത്ത് 13 സോ അത് നമുക്ക് റിട്ടേൺ ചെയ്ത് കിട്ടും. അടുത്തത് ലൊക്കേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷനാണ്. ഈ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത് nth പൊസിഷൻ ഓഫ് എ ഗിവൺ വേർഡ് ഇൻ ദ സ്ട്രിങ്ങിൻ്റെ nth പൊസിഷൻ്റെ വേർഡിൻ്റെ അഥവാ വേർഡ് സ്ട്രിങ്ങിലെ എന്താണ് പർട്ടിക്കുലർ വേർഡിൻ്റെ അല്ലേ അത് ആ വേർഡിൻ്റെ nth പൊസിഷന് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എക്സാമ്പിൾ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. സെലക്ട് ലൊക്കേറ്റ് അഥവാ 4 ഗീക്സിൽ എത്രാമത്തെ ലൊക്കേഷനിലാണ് എന്നുള്ളത് നമുക്ക് അത് വെച്ചിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഫസ്റ്റ് ഒക്കറൻസ്. സോ നമുക്ക് എത്ര കിട്ടും? 4 എന്നുള്ളത് എത്രാമത്താണ്? 1 2 3 4 5 6 സോ 6 എന്നുള്ളത് നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടും. ദെൻ ലോവർ എന്നുള്ളത് ലോവർ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നതാണ് അപ്പർ കേസ് സ്ട്രിങ്സിനെ ലോവർ കേസിലോട്ട് മാറ്റാൻ വേണ്ടിയിട്ടാണ് ലോവർ ഫംഗ്ഷൻസ് യൂസ് ചെയ്യുന്നത്. സോ ഇവിടെ geeks4geeks.org എന്താണ്? ക്യാപിറ്റൽ ലെറ്റേഴ്സിലാണ്, അപ്പർ കേസിലാണ്. സോ അതിനെ ലോവറിൻ്റെ ഉള്ളിൽ ലോവർ എന്നുള്ള ഫംഗ്ഷൻ്റെ ഉള്ളിലാക്കി എഴുതി കഴിഞ്ഞാൽ അതിനെന്താക്കി നമുക്ക് കിട്ടും? ലോവർ കേസിലോട്ട് മാറും അപ്പർ കേസിൽ എഴുതിയിട്ടുള്ള സംഭവത്തിന്. അതുപോലെ തന്നെ റിപ്പീറ്റ് ആയിട്ടുള്ള ഫംഗ്ഷൻ മറ്റൊരു ഫംഗ്ഷനാണ്. ഇത് യൂസ് ചെയ്യുന്നത് തന്നിട്ടുള്ള സ്ട്രിങ്ങിനെ എഗെയിൻ ആൻഡ് എഗെയിൻ എഴുതാൻ വേണ്ടിയിട്ടാണ്. ടിൽ ദ നമ്പർ ഓഫ് ടൈംസ് മെൻഷൻ നമ്മൾ കൊടുക്കുന്ന ഇപ്പോൾ നമുക്കൊരു 5 വട്ടം ഒരേ സ്ട്രിങ് ഇങ്ങനെ എഴുതണം എന്ന് വെച്ചോ. സോ അതിന് നമുക്ക് എന്ത് ചെയ്താൽ മതി? ആ സ്ട്രിങ് എഴുതാൽ കോമ ഇട്ടിട്ട് എത്ര വട്ടമാണ് എഴുതേണ്ടതെന്ന് എഴുതിയാൽ മതി. സോ ഏത് ഫംഗ്ഷൻ്റെ ഉള്ളിൽ റിപ്പീറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷൻ്റെ ഉള്ളിൽ ഇവിടെ നോക്കൂ, സെലക്ട് റിപ്പീറ്റ് ചെയ്യണം. എനിക്ക് എന്താണ് റിപ്പീറ്റ് ചെയ്യേണ്ടതെന്ന് എഴുതാം. ഗീക്സ് എന്നുള്ളതാണ് റിപ്പീറ്റ് ചെയ്യേണ്ടത്. എത്ര ടൈംസാണ് റിപ്പീറ്റ് ചെയ്യുന്നത് കോമ ഇട്ടിട്ട് എഴുതാം. 2 ടൈംസാണ് എനിക്ക് റിപ്പീറ്റ് ചെയ്യേണ്ടത്. സോ ഗീക്സ് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യും? ഔട്ട്പുട്ടായിട്ട് കിട്ടും. അതുപോലെ തന്നെ മറ്റൊരു ഫംഗ്ഷനാണ് റീപ്ലേസ്. ഈ ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് കട്ട് ദ ഗിവൺ സ്ട്രിങ് ബൈ റിമൂവിങ് ദ ഗിവൺ സബ് സ്ട്രിങ്. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ റീപ്ലേസ് യൂസ് ചെയ്യുന്നത്? തന്നിട്ടുള്ള സ്ട്രിങ്ങിൽ നിന്നും ഒരു പർട്ടിക്കുലർ സബ് സ്ട്രിങ്ങിനെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്? റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളത് യൂസ് ചെയ്യുന്നത്. ഇവിടെ നോക്കൂ, എക്സാമ്പിൾ റീപ്ലേസ് 1 2 3 ഗീക്സ് 1 2 3യിൽ നിന്നും നമുക്ക് ഒഴിവാക്കേണ്ടത് കട്ട് ചെയ്യേണ്ടത് കോമ ഇട്ടിട്ട് കൊടുക്കുക. 1 2 3 എന്നാണ് കട്ട് ചെയ്യേണ്ടത്. സോ ഗീക്സ് 1 2 3 ഗീക്സ് 1 2 3യുടെ ലെഫ്റ്റിലും റൈറ്റിലും ഉള്ള 1 2 3 എന്ത് ചെയ്യും? അതിലെന്താ ഈ 1 2 3 കൊടുത്തിട്ടുള്ള സബ് സ്ട്രിങ് അതൊന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കും. ആൻസർ ബാക്കി എന്ത് കിട്ടും? ഗീക്സ് എന്നുള്ളത് കിട്ടും. അതുപോലെ തന്നെ റിവേഴ്സ് മറ്റൊരു ഫംഗ്ഷനാണ്. ഈ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത് നമ്മളിത് കൊടുക്കുന്ന സ്ട്രിങ്സിൻ്റെ നേരെ റിവേഴ്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. സോ നമ്മൾ ജസ്റ്റ് എന്ത് കൊടുത്താൽ മതി? റിവേഴ്സിൻ്റെ ഉള്ളിൽ ഏത് സ്ട്രിങ് ആണോ നമുക്ക് റിവേഴ്സായി കിട്ടേണ്ടത് അത് കൊടുത്താൽ മതി. സെലക്ട് റിവേഴ്സ് geeks4geeks.org സിംഗിൾ കോട്ട്സിൽ കൊടുത്തു. അപ്പോൾ എനിക്ക് തലതിരിച്ചിട്ട് എന്ത് ചെയ്യും? ഔട്ട്പുട്ടായിട്ട് എന്ത് കിട്ടും? gro.skeegRofskeeg എന്ന് കിട്ടും. ദാറ്റ് മീൻസ് geeks4geeks.orgൻ്റെ നേരെ റിവേഴ്സ്. ദെൻ മറ്റൊരു ഫംഗ്ഷനാണ് സ്പേസ് നമ്മൾ യൂസ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്പർ ഓഫ് എത്ര സ്പേസ് നമ്മളിപ്പോൾ ഒരു പർട്ടിക്കുലർ സ്പേസിൻ്റെ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ അത്രയും സ്പേസ് നമുക്ക് പ്രിൻറ്റ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്പേസ് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. ഇവിടെ നോക്കൂ, സെലക്ട് സ്പേസ് 7 എന്ന് കൊടുത്താൽ 7 സ്പേസ് നമുക്ക് എന്ത് ചെയ്യും? ഔട്ട്പുട്ടായിട്ട് കിട്ടും. അതുപോലെ തന്നെ strcmp നമ്മൾ യൂസ് ചെയ്യുന്നത് 2 സ്ട്രിങ്സ് നമ്മൾ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇവിടെ നോക്കുക, ഇപ്പോൾ 2 സ്ട്രിങ്സും ഇപ്പോൾ സ്ട്രിങ് 1ഉം സ്ട്രിങ് 2ഉം സെയിം ആണെന്നുണ്ടെങ്കിൽ strcmp എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുക 0 ആണ്. ഇപ്പോൾ സ്ട്രിങ് 1 എന്താണ്? സ്മോളർ ദാൻ സ്ട്രിങ് 2 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് -1 ആണ് strcmp ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുക. സ്ട്രിങ് 1 ലാർജർ ആണ്, ഏത് സ്ട്രിങ് 2നെക്കാട്ടിലും വലുതാണെന്നുണ്ടെങ്കിൽ strcmp 1 ആയിരിക്കും റിട്ടേൺ ചെയ്യുന്നുണ്ടാവുക. ഇവിടെ സിൻടാക്സ് നോക്കൂ, സെലക്ട് strcmp ഗൂഗിൾ. ഫസ്റ്റത്തെ സ്ട്രിങ് എന്താണ്? google.com ആണ്. രണ്ടാമത്തെ സ്ട്രിങ് എന്താണ്? geeks4geeks.com ആണ്. സോ 2 സ്ട്രിങ് ഇവിടെ കൊടുത്തു strcmpൻ്റെ ഇൻപുട്ടായിട്ട്. സോ ഇത് റിട്ടേൺ ചെയ്യുക എന്താണ്? ഏതാണ് വലുത്? ഫസ്റ്റ് സ്ട്രിങ് ആണോ രണ്ടാമത്തതാണോ? ഇവിടെ രണ്ടാമത്തെ സ്ട്രിങ് ആണ് വലുത്. രണ്ടാമത്തെ സ്ട്രിങ് ആണ് വലുതെങ്കിൽ strcmp എന്തായിരിക്കും റിട്ടേൺ ചെയ്യുന്നുണ്ടാവുക? -1 ആയിരിക്കും. ഒന്നാമത്തതാണ് വലുതെങ്കിൽ 1 ആയിരിക്കും റിട്ടേൺ ചെയ്യുക. രണ്ടും ഈക്വൽ ആണെങ്കിൽ 0 ആയിരിക്കും റിട്ടേൺ ചെയ്യുക. സോ അത്രയും പോയിന്റ്സ് മനസ്സിലാക്കി വെക്കുക. ദെൻ സബ് str എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു ഫംഗ്ഷൻ. ഈ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത് എന്താണ്? സബ് സ്ട്രിങ്സിനെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. തന്നിട്ടുള്ള
ഇവിടെ ഫൈൻഡ് എ സബ്സ്ട്രിങ് ഫ്രം ദ സ്ട്രിങ് ഫ്രം ദ ഗിവൺ പൊസിഷൻ. തന്നിട്ടുള്ള പൊസിഷനിൽ നിന്നും സബ്സ്ട്രിങ്സിനെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സബ് എസ് ടി ആർ യൂസ് ചെയ്യുന്നത്. ഇവിടെ നോക്കൂ, സബ് എസ് ടി ആർ ഗീക്സ് ഫോർ ഗീക്സിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഗീക്സ് ഫോർ ഗീക്സിൻ്റെ സബ്സ്ട്രിങ് കണ്ടുപിടിക്കണം. 1 തൊട്ടിട്ട് 5 വരെയുള്ള ക്യാരക്ടേഴ്സ് എടുത്തുകൊണ്ട് ആ ഒരു സബ്സ്ട്രിങ് നമ്മൾ ഗീക്സ് ഫോർ ഗീക്സ് എടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ 1 തൊട്ടിട്ട് 5 പറഞ്ഞാൽ ഒന്ന് പറഞ്ഞാൽ ജി ആണ്, 5ാമത്തത് കെ ആണ്, സോ എസ് ആണ്. സോ ഗീക്സ് എന്നുള്ളത് നമുക്ക് എന്ത് കിട്ടും? 1 തൊട്ടിട്ട് 5 വരെയുള്ള ക്യാരക്ടേഴ്സ് ഇങ്ങോട്ട് എടുത്താൽ മതി ആ സ്ട്രിങ് എന്ന്. സോ നമുക്കതായിരിക്കും ഔട്ട്പുട്ടായിട്ട് കിട്ടുക. അടുത്തത് സബ്സ്ട്രിങ് ആണ്. സബ് എസ് ടി ആറും സബ്സ്ട്രിങ്ങും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. സബ്സ്ട്രിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂസ് ചെയ്യുന്നത് എന്തിനാണ്? ഫൈൻഡ് ആൻ ആൽഫബറ്റ് ഫ്രം എ മെൻഷൻഡ് സൈസ് ആൻഡ് ദ ഗിവൺ സ്ട്രിങ് ആണ്. എന്താണ് തന്നിട്ടുള്ള സ്ട്രിങ്ങിൽ നിന്നും അഥവാ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുള്ള സൈസിൽ നമുക്ക് റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ നോക്കൂ, സെലക്ട് സബ്സ്ട്രിങ് ഗീക്സ് ഫോർ ഗീക്സ് ഡോട്ട് ഒ ആർ ജിയിൽ നിന്നും നമുക്ക് വേണ്ടത് എന്താണ്? ഒരു സ്ട്രിങ് ആണ് നമുക്ക് വേണ്ടത്. മെൻഷൻ ചെയ്തിട്ടുള്ള സൈസിൽ നിന്നും ആൻഡ് ദ ഗിവൺ സ്ട്രിങ്. ഓക്കെ, സോ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ള സൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 ആണ്. ആ 1 ഫസ്റ്റ് നമുക്ക് എന്ത് കിട്ടും? ഇവിടെ ഔട്ട്പുട്ടായിട്ട് കിട്ടും. ദെൻ സബ് സ്ട്രിങ് അണ്ടർസ്കോർ ഇൻഡെക്സ് എന്നുള്ളതാണ് മറ്റൊരു ഫംഗ്ഷൻ. ആ ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് സബ്സ്ട്രിങ് എന്ത് ചെയ്യുന്നു? യൂസ് ടു ഫൈൻഡ് എ സബ്സ്ട്രിങ് ബിഫോർ ദി ഗിവൺ സിമ്പിൾ, അഥവാ ആ സിമ്പിളിൻ്റെ തൊട്ട് മുമ്പുള്ള സബ്സ്ട്രിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. സോ ഇവിടെ നോക്കൂ, സെലക്ട് സബ്സ്ട്രിങ് അണ്ടർസ്കോർ ഇൻഡെക്സ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കൊടുത്തിട്ടുള്ള സ്ട്രിങ് എന്ന് പറഞ്ഞിട്ട് www.geeks.org ആണ്. ഡോട്ട് സിമ്പിളാണ് കൊടുത്തിട്ടുള്ളത്. ആ ഡോട്ട് സിമ്പിളിൻ്റെ മുമ്പുള്ള എന്ത് ചെയ്യും? ദെൻ 1 എന്നും കൊടുത്തു. 1 എന്ന് കൊടുത്തത് കൊണ്ട് നമുക്ക് എന്ത് കിട്ടും? എന്താണ് നമുക്ക് കിട്ടുക? ഇൻഡെക്സ് 1ഉം കൊടുത്തു. സോ നമുക്ക് എന്ത് ചെയ്യും? അവിടെ കിട്ടുക ഡോട്ടിന് മുമ്പുള്ള www എന്നുള്ളതായിരിക്കും നമുക്ക് അവിടെ റിസൾട്ടായിട്ട് കിട്ടുന്നുണ്ടാവാം. ഓക്കെ, അതേപോലെ തന്നെ ട്രിം മറ്റൊരു ഫംഗ്ഷനാണ്. അത് യൂസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കട്ട് ദ ഗിവൺ സിമ്പിൾ ഫ്രം ദ സ്ട്രിങ്. ആ സ്ട്രിങ്ങിൽ നിന്നും കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നിട്ടുള്ള സിമ്പിൾസിനെ എന്ത് ചെയ്യാം? കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ട്രിം യൂസ് ചെയ്യുന്നത്. ഇവിടെ നോക്കുക, ലീഡിങ് 0 ഫ്രം 0000123 എന്നുള്ളതാണ്. സോ അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക? 123 ആണ്. നമുക്ക് ട്രിം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നുണ്ടാവുക 123 ആണ്. ദാറ്റ് മീൻസ് 0നെ അവിടെ എന്ത് ചെയ്യും? ട്രിം ചെയ്തിട്ട് കളയും. ഓക്കെ, അതുപോലെ തന്നെ യു കേസ്, നേരത്തെ നമ്മൾ പറഞ്ഞ എൽ കേസിൻ്റെ നേരെ ഓപ്പോസിറ്റ് എന്ത് ചെയ്യുന്നു? അപ്പർ കേസിലോട്ട് മാറ്റാൻ വേണ്ടിയിട്ട്. ഇപ്പം ലോവർ കേസിൽ കൊടുത്തിട്ടുള്ള ഒരു സ്ട്രിങ്ങിനെ അപ്പർ കേസിലോട്ട് മാറ്റാൻ വേണ്ടിയിട്ട് യു കേസ് ഓഫ്, ഞാനിവിടെ എന്ത് ചെയ്തു? ലോവർ കേസിൽ ഗീക്സ് ഫോർ ഗീക്സ് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഔട്ട്പുട്ടായിട്ട് എന്ത് കിട്ടും? ഗീക്സ് ഫോർ ഗീക്സ് എന്ത് ചെയ്യും? ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ അപ്പർ കേസിലായിട്ട് നമുക്കിവിടെ റിസൾട്ട് കിട്ടും. സോ ഇത്രയും ആണ് നമ്മളുടെ സ്ട്രിങ് ഫങ്ഷൻസ് ആയിട്ട് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത്. അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് SQL സെറ്റ് ഓപ്പറേഷൻസ് ആണ്. SQL സെറ്റ് ഓപ്പറേഷൻസ് നമ്മൾ മെയിനായിട്ടും യൂസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 or more SQL സെലക്ട് സ്റ്റേറ്റ്മെൻറ്റ്സ്, രണ്ടോ രണ്ടിലധികമോ സെലക്ട് സ്റ്റേറ്റ്മെൻറ്റ്സിനെ കമ്പൈൻ ചെയ്യിക്കാൻ വേണ്ടിയിട്ട്, കൂട്ടി എഴുതാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? SQL സെറ്റ് ഓപ്പറേഷൻസ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി ഐ തിങ്ക് ഇത് 2-3 നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവ നമുക്കിവിടെ ഒന്നുകൂടി നോക്കാം. സെറ്റ് ഓപ്പറേഷൻസ് ഓരോന്നും ഫസ്റ്റ് ഏതൊക്കെയാണെന്നുള്ളത് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. യൂണിയനും യൂണിയൻ ആളും ഇൻ്റർസെക്റ്റും മൈനസും, ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെറ്റ് ഓപ്പറേഷൻസ്. സോ സെറ്റ് ഓപ്പറേഷൻസിൽ നമ്മൾ ഫസ്റ്റ് യൂണിയൻ നോക്കാം. നമ്മൾ പറഞ്ഞു സെറ്റ് ഓപ്പറേഷൻസ് എന്തിനാണ്? രണ്ടോ രണ്ടിലധികമോ SQL സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ SQL സെലക്ട് സ്റ്റേറ്റ്മെൻറ്റ്സിനെ കമ്പൈൻ ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. സോ ആദ്യം യൂണിയൻ നോക്കാം. യൂണിയൻ ഓപ്പറേഷൻ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ
രണ്ടോ രണ്ടിലധികമോ SQL സെലക്ട് ക്വറീസിൻ്റെ റിസൾട്ടിനെയാണ് അവിടെ കമ്പൈൻ ചെയ്യിക്കാൻ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, യൂണിയൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇൻ ദ യൂണിയൻ ഓപ്പറേഷൻ ആൾ ദ നമ്പർ ഓഫ് ഡാറ്റ ടൈപ്സ് ആൻഡ് കോളം മസ്റ്റ് ബി സെയിം ഇൻ ദ ബോത്ത് ടേബിൾസ് ഓൺ വിച്ച് യൂണിയൻ ഓപ്പറേഷൻ ഈസ് ബീങ് അപ്ലൈഡ്. നമ്മൾ യൂണിയൻ ഓപ്പറേഷൻ അപ്ലൈ ചെയ്യുന്ന രണ്ട് ടേബിൾ, ഇപ്പോൾ രണ്ട് സെലക്ട് കമാൻഡ്സ് ഉണ്ട്. ഒന്ന് ഒരു ടേബിളിൽ നിന്നും ഒന്നൊരു ടേബിളിൽ നിന്നും ആണെന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് ആ രണ്ട് ഡിഫറെൻറ്റ് ടേബിൾസിൽ നിന്നുള്ള ക്വറീസിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എന്ത് യൂസ് ചെയ്തിട്ട്, ഈ യൂണിയൻ യൂസ് ചെയ്തിട്ട് കമ്പൈൻ ചെയ്യിക്കാൻ നോക്കുന്നതെങ്കിൽ ഒരു കണ്ടീഷൻ അവിടെ പറയുന്നത് എന്താണ്, നമ്പർ ഓഫ് ഡാറ്റ ടൈപ്സ് ആൻഡ് കോളംസ്. ഡാറ്റ ടൈപ്പും അതുപോലെ തന്നെ കോളത്തിൻ്റെ നമ്പറും എന്തായിരിക്കണം, സെയിം ആയിരിക്കണം രണ്ട് ടേബിൾസിലും. സോ ആ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ യൂണിയൻ ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ യൂണിയൻ ഓപ്പറേഷൻ എന്ത് ചെയ്യുന്നു, എലിമിനേറ്റ് ചെയ്യുന്നുണ്ട്. എങ്ങനെ, ഡ്യൂപ്ലിക്കേറ്റ്സ് ആയിട്ടുള്ള റോസിനെ എന്ത് ചെയ്യുന്നുണ്ട്, എലിമിനേറ്റ് ചെയ്യുന്നുണ്ട്. നമുക്കിപ്പം രണ്ട് ക്വറീസ് തമ്മിൽ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ, യൂണിയൻ യൂസ് ചെയ്ത് കമ്പൈൻ ചെയ്ത് രണ്ടിലും ഒരേ റോസ് വരുന്നുണ്ടെങ്കിൽ ആ റോസിനെ എന്ത് ചെയ്യും, ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള റോസിനെ എന്ത് ചെയ്യും, ഒഴിവാക്കും. അഥവാ ഒരു റോ മാത്രമേ അവിടെ നിർത്തിയിട്ട് ഒന്നിനെ ഒഴിവാക്കും. ദാറ്റ് മീൻസ് റിസൾട്ട് സെറ്റിൽ ഡ്യൂപ്ലിക്കേറ്റ് വരുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഒന്നിനെ ഒഴിവാക്കിയിട്ട് ഒന്ന് മാത്രം അവിടെ നിർത്തും. ദെൻ അതിൻ്റെ സിൻടാക്സ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. സെലക്ട് കോളൻ നെയിം ഫ്രം ടേബിൾ 1 യൂണിയൻ സെലക്ട് കോളൻ നെയിം ഫ്രം ടേബിൾ 2. ദാറ്റ് മീൻസ് സെലക്റ്റിൻ്റെ ഒരു ഫസ്റ്റ് ഒരു സെലക്ട് എന്തുണ്ട്, കുറേ ഉണ്ട്, രണ്ടാമത് വേറെ സെലക്ട് കുറേ ഉണ്ട്. ഈ രണ്ട് സെലക്ട് കൊറീസിൻ്റെയും ഔട്ട്പുട്ട്സിനെ തമ്മിൽ കമ്പൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂണിയൻസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നമുക്ക് യൂണിയൻ ആൾ എന്ന് പറഞ്ഞിട്ടുള്ളത് രണ്ടാമത്തെ യൂണിയൻ ആൾ എന്താണെന്ന് നോക്കാം. യൂണിയൻ ആൾ ഓപ്പറേഷൻ ഈസ് ഈക്വൽ ടു യൂണിയൻ ഓപ്പറേഷൻ ഈക്വൽ ആണ്. ഇറ്റ് റിട്ടേൺസ് സെറ്റ് വിത്തൗട്ട് റിമൂവ് ഡ്യൂപ്ലിക്കേറ്റ് ആൻഡ് സോർട്ടിങ് ദ ഡാറ്റ. ഇത് അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ്സിനൊന്നും റിമൂവ് ചെയ്തിട്ടല്ല തരിക. ഡ്യൂപ്ലിക്കേറ്റ്സൊക്കെ എന്ത് ചെയ്യും, യൂണിയൻ ആൾ ഓപ്പറേഷൻ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസൊക്കെ അതിലുണ്ടാവും. അതുപോലെ തന്നെ സോർട്ടിങ് ചെയ്തിട്ടൊന്നുമല്ല കിട്ടുക. യൂണിയൻസ് സോർട്ട് ചെയ്തിട്ടൊക്കെയാണ് കിട്ടുക, ഡ്യൂപ്ലിക്കേറ്റ്സിനൊക്കെ റിമൂവ് ചെയ്തിട്ടൊക്കെയാണ് കിട്ടുക. പക്ഷേ ഇതങ്ങനെയല്ല, നേരത്തെ തിരിച്ചിട്ടാണ്. സിൻടാക്സ് നോക്കാം നമുക്ക്. സെലക്ട് കോളൻ നെയിം ഫ്രം ടേബിൾ 1 യൂണിയൻ ഓൾ സെലക്ട് കോളൻ നെയിം ഫ്രം ടേബിൾ 2. നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്, യൂണിയൻ ആളാവും എന്ന് മാത്രം. ഈ ഒരു ഡിഫറൻസ് ആണ് അതിൻ്റെ കേസിൽ ഉള്ളത്. അപ്പോൾ എന്ത് ചെയ്യും, ടേബിൾ 1ലെയും ടേബിൾ 2ൽ നിന്നുള്ള രണ്ട് കൊറീസിനെയും എന്ത് ചെയ്യും, അവിടെ കമ്പൈൻ ചെയ്യും. ഡ്യൂപ്ലിക്കേറ്റ്സ് ഒന്നും റിമൂവ് ചെയ്യൂല. കിട്ടുന്ന റിസൾട്ട് സെറ്റിൽ ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് ഉണ്ടാവാം. സോർട്ടിംഗ് ഒന്നും പെർഫോം ചെയ്യുന്നില്ല എന്നുള്ളതും എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. മൂന്നാമത്തത് ഇൻ്റർസെക്റ്റ് ആണ്. ഇൻ്റർസെക്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് രണ്ട് സെലക്ട് സ്റ്റേറ്റ്മെൻറ്റ്സിനെ തമ്മിൽ എന്താണ് കമ്പൈൻ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. ഇൻ്റർസെക്റ്റ് ഓപ്പറേഷൻ റിട്ടേൺ ദ കോമൺ റോസ് ഫ്രം ബോത്ത് ദ സെലക്ട് സ്റ്റേറ്റ്മെൻറ്റ്. രണ്ട് സെലക്ട് സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ എന്താണ് കോമൺ ആയിട്ടുള്ള റോസിനെ ആയിരിക്കും ആരോ റിട്ടേൺ ചെയ്യുക. ഈ ഇൻ്റർസെക്റ്റ് ഓപ്പറേഷൻ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ റിട്ടേൺ ചെയ്യുക. ഇൻ ദ ഇൻ്റർസെക്റ്റ് ഓപ്പറേഷൻ ദ നമ്പർ ഓഫ് ഡാറ്റ ടൈപ്സ് ആൻഡ് കോളം മസ്റ്റ് ബി ദ സെയിം. എന്താണോ ഇൻ്റർസെക്റ്റ് ഓപ്പറേഷൻ പെർഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഡാറ്റ ടൈപ്സും അതുപോലെ തന്നെ കോളത്തിൻ്റെ നമ്പറും എന്താണോ സെയിം ആവേണ്ടതായിട്ടുണ്ട്. ഇറ്റ് ഹാസ് നോ ഡ്യൂപ്ലിക്കേറ്റ്സ്, അതിൽ ഡ്യൂപ്ലിക്കേറ്റ്സ് ഉണ്ടാവില്ല. ആൻഡ് ഇറ്റ് ഈസ് അറേഞ്ച് ദ ഡാറ്റ ഇൻ അസെൻഡിങ് ഓർഡർ ബൈ ഡിഫോൾട്ടായിട്ട് അസെൻഡിങ് ഓർഡറിലാണ് ഇതിൻ്റെ റിസൾട്ട് അറേഞ്ച് ചെയ്യാറുണ്ടാവുക. സിൻടാക്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സെലക്ട് കോളൻ നെയിം ഫ്രം ടേബിൾ 1 ഇൻ്റർസെക്റ്റ് സെലക്ട് കോളൻ നെയിം ഫ്രം ടേബിൾ 2. അഥവാ ടേബിൾ 1ൻ്റെ ടേബിൾ 2ൻ്റെ രണ്ട് സെലക്ട് കൊറീസാണ് ഇവിടെ ഉള്ളത്. അതിൻ്റെ റിസൾട്ടുകൾ തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്യും. ദാറ്റ് മീൻസ് അതിലുള്ള കോമൺ ഇതായിരിക്കും നമുക്ക് റിസൾട്ട് സെറ്റായിട്ട് കിട്ടുക. അടുത്തത് മൈനസ്. മൈനസ് എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് കമ്പൈൻസ് ദ റിസൾട്ട് ഓഫ് ടു സെലക്ട് സ്റ്റേറ്റ്മെൻറ്റ്സ്. രണ്ട് സെലക്ട് സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ റിസൾട്ടുകൾ തമ്മിൽ കമ്പൈൻ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് മൈനസും യൂസ് ചെയ്യുന്നത്. മൈനസ് ഓപ്പറേറ്റർ ഈസ് യൂസ് ടു display the rows which are present in the first query but absent in the second query. എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ അറിയുന്നത് തന്നെയാണ്, ഫസ്റ്റ് ക്വറിയിൽ ഇല്ലാത്ത, ഫസ്റ്റ് ക്വറിയിൽ ഉണ്ടാവും വേണം, അതുപോലെ തന്നെ സെക്കൻഡ് ക്വറിയിൽ ഉണ്ടാവാനും പാടില്ലാത്ത റോസ് ആയിരിക്കും ഏതിൻ്റെ മൈനസിൻ്റെ റിസൾട്ടായിട്ട് വരിക. ഓക്കെ, ഇറ്റ് ഹാസ് നോ ഡ്യൂപ്ലിക്കേറ്റ് ആൻഡ് ഡാറ്റ അറേഞ്ച്ഡ് ഇൻ ദ അസെൻഡിങ് ഓർഡർ ബൈ ഡിഫോൾട്ട്. ഇതും അതുപോലെ തന്നെയാണ്. ഇതിൽ ഡ്യൂപ്ലിക്കേറ്റ്സ് വരാൻ ചാൻസ് ഉണ്ടോ? ഇല്ല. ഫസ്റ്റത്തേൽ ഉണ്ടാവും വേണം, രണ്ടാമത്തേൽ ഉണ്ടാവാനും പാടില്ല. സോ ഡ്യൂപ്ലിക്കേറ്റ്സ് വരില്ല. പക്ഷേ ഇതെന്താണ്, അറേഞ്ച്ഡ് ഇൻ അസെൻഡിങ് ഓർഡറാണ്. ഡിഫോൾട്ടായിട്ട് അസെൻഡിങ് ഓർഡറിലാണ് ഇത് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. സിൻടാക്സ് ഇങ്ങനെയാണ്. സെലക്ട് കോളൻ നെയിം ഫ്രം ടേബിൾ 1 മൈനസ് സെലക്ട് കോളൻ നെയിം ഫ്രം ടേബിൾ 2. അഥവാ ഫസ്റ്റത്തെ ഈ സെലക്ട് കോളൻ നെയിം ഫ്രം ടേബിൾ 1ൽ ഉണ്ടാവണം, പക്ഷേ സെലക്ട് കോളൻ നെയിം ഫ്രം ടേബിൾ 2ൽ ഉണ്ടാവാനും പാടില്ല ആ റോസ്.
സോ അങ്ങനത്തതായിരിക്കും എന്തിൻ്റെ ഈ മൈനസ് ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ഇവിടെ റിസൾട്ടായിട്ട് വരുന്നുണ്ടാവുക. ഓക്കെ, സോ ഇനി നമുക്ക് നോക്കാനുള്ളത് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ആണ്. ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് വെറും 3 ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ആണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് ദാറ്റ് മീൻസ് ലോജിക്കൽ ആൻഡ്, ഓർ, ലോജിക്കൽ ഓർ, അതുപോലെ തന്നെ നോട്ട്. നമുക്ക് നോക്കാം. ദ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദോസ് ദാറ്റ് ആർ ട്രൂ ഓർ ഫാൾസ് അല്ലേ. ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും, ഒന്നുകിൽ ട്രൂ ആയിരിക്കും അല്ലെങ്കിൽ ഫാൾസ് ആയിരിക്കും. ദേ റിട്ടേൺ എ ട്രൂ ഓർ ഫാൾസ് വാല്യൂ ടു കമ്പൈൻ വൺ ഓർ മോർ ട്രൂ ഓർ ഫാൾസ് വാല്യൂസ്. സോ അത് റിട്ടേൺ ചെയ്യുന്ന എന്തായിരിക്കും, ട്രൂ അല്ലെങ്കിൽ ഫാൾസ് വാല്യൂസ് ആയിരിക്കും. ദ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ആൻഡ് എന്നുള്ളത് ഫസ്റ്റ്. ലോജിക്കൽ ആൻഡ് എന്താ ചെയ്യുന്നത്, കമ്പയേഴ്സ് ബിറ്റ്വീൻ 2 ബൂളിയൻസ് ആസ് എക്സ്പ്രഷൻ ആൻഡ് റിട്ടേൺ ട്രൂ വെൻ ബോത്ത് എക്സ്പ്രഷൻസ് ആർ ട്രൂ. നമ്മൾ എന്ത് ചെയ്യുന്നു, 2 എക്സ്പ്രഷൻസിനെ, ബൂളിയൻ ആസ് എക്സ്പ്രഷൻസിനെ നമ്മൾ കമ്പൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. എന്താണ്, കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ലോജിക്കൽ ആൻഡ് കമ്പയർ ചെയ്യുന്നു. എന്ത്, 2 ബൂളിയൻ എക്സ്പ്രഷൻസിനെ കമ്പയർ ചെയ്യുന്നു. ഇങ്ങോട്ട് എന്ത് ചെയ്യുന്നു, ട്രൂ റിട്ടേൺ ചെയ്യപ്പോഴാണ് 2 എക്സ്പ്രഷൻസും ബോത്ത് ട്രൂ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ട്രൂ റിട്ടേൺ ചെയ്യും. ഇനി ഓർ ആണെന്നുണ്ടെങ്കിൽ ലോജിക്കൽ ഓർ കമ്പയേഴ്സ് ബിറ്റ്വീൻ 2 ബൂളിയൻസ് ആസ് എക്സ്പ്രഷൻസ് ആൻഡ് റിട്ടേൺ ട്രൂ വെൻ വൺ ഓഫ് ദ എക്സ്പ്രഷൻ ഈസ് ട്രൂ. ഓർ എന്താണ്, നമ്മൾ കമ്പയർ ചെയ്യും, 2 ബൂളിയൻ എക്സ്പ്രഷൻസിനെ കമ്പയർ ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, ട്രൂ എപ്പോഴാണ് റിട്ടേൺ ചെയ്യുക, ഏതെങ്കിലും ഒന്ന് ട്രൂ ആയിക്കഴിഞ്ഞാൽ, ആ എക്സ്പ്രഷൻസിൽ ഏതെങ്കിലും ഒന്ന് ട്രൂ ആയിക്കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും, റിട്ടേൺ ചെയ്യും. ഇത് നോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും, നോട്ട് ടേക്സ് എ സിംഗിൾ ബൂളിയൻ ആസ് എൻ ആർഗ്യുമെൻ്റ് ആയിട്ട് എടുക്കുക എന്തായിരിക്കും, ഒറ്റൊരു സിംഗിൾ വാല്യൂസ് ആയിരിക്കും, സിംഗിൾ ബൂളിയൻ ആയിരിക്കും. എന്തെങ്കിലും എന്ത് ചെയ്യും, അതിനെന്ത് ചെയ്യും, ചേഞ്ച് ചെയ്യും. എന്ത്, ഇറ്റ്സ് വാല്യൂ ഫ്രം ഫാൾസ് ടു ട്രൂ ഓർ ഫ്രം, അത് ഫാൾസ് ആണെന്നുണ്ടെങ്കിൽ എന്താണ്, ഒരു ആർഗ്യുമെൻ്റ് എടുക്കും, ആ ആർഗ്യുമെൻറ്റ് ഫാൾസ് ആണ്, അതിൻ്റെ ഇത് ഫാൾസ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അത് ട്രൂ ആക്കും. ട്രൂ ആണ് ആർഗ്യുമെൻ്റ് എങ്കിൽ അതിനെ ഫാൾസ് ആക്കും. സോ നേരെ റിവേഴ്സ് ആയിട്ട് ചെയ്യും. അതാണ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സിലെ നോട്ട്. സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്.